ഹായ് ഗായ്സ്. സോ ഇനി നമുക്ക് എടുക്കാനുണ്ടായിരുന്ന ചെറിയ ടോപ്പിക് EPSൽ ബാക്കി ഉണ്ടായിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ DEPS എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ നമുക്ക് നോക്കാം എന്താണ് DEPS. ഇറ്റ്സ് ഡൈല്യൂട്ടഡ് ഏർണിംഗ് പെർ ഷെയർ. ആക്ച്വലി ഈ DEPS കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താ സാർ ഈ DEPS എന്തിനാ ഈ കാൽക്കുലേഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ. എക്സാമ്പിൾ, നമ്മൾ ഒരു കമ്പനിയുടെ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് ഇപ്പോൾ 1,00,000 ഈ കമ്പനിയുടെ ഏർണിങ്സ് എന്ന് പറയുന്നത് ഒരു 10 lakh ആണെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു ഇതിന്റെ ബേസിക് ഏർണിങ്സ് എത്രയായിരിക്കും, ബേസിക് EPS എത്രയായിരിക്കും, അല്ലെങ്കിൽ ഒരാൾക്ക് എത്ര ഏർണിങ്സ് വെച്ച് കിട്ടും? 10 lakh divided by 1 lakh will be how much? പറഞ്ഞേ. 2 3 4 5 1 2 3 4 5 സോ 10 വെച്ച് കിട്ടും, ശരിയല്ലേ? $10 വെച്ച് കിട്ടും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ബേസിക് EPS എന്ന് പറയുന്നത്. ഇനി ഈ കമ്പനിയിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓക്കെ, ഒരു ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കൺവേർട്ടബിൾ ലോൺ നോട്ട് ഉണ്ട്. എന്തുണ്ട്? കൺവേർട്ടബിൾ ലോൺ നോട്ട് ഉണ്ട്. ഈ കൺവേർട്ടബിൾ ലോൺ നോട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 1 year കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 year കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൺവേർട്ട് ആവും. എന്തിലോട്ട്? ഷെയറിലോട്ട് കൺവേർട്ട് ആവും, ശരിയല്ലേ? അതായത് ഇപ്പൊ കമ്പനിയിൽ അത് ഷെയർ ആയിട്ടില്ല, പക്ഷെ ഒരു കൺവേർട്ടബിൾ ലോൺ നോട്ട് ആയിട്ടുണ്ട്. അതായത് അവിടെ തന്നെ ഒരു പൊട്ടൻഷ്യൽ ഷെയർസ് ഉണ്ട്, അല്ലെ, പൊട്ടൻഷ്യൽ നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഓക്കെ, അപ്പൊ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഇൻഡിക്കേഷൻ നൽകണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു കോഷൻ സൈൻ കൊടുക്കണം. ഓക്കെ, അതെ, ഇവിടെ എന്തുണ്ട്? കുറച്ച് കൺവേർട്ടബിൾ ലോൺ നോട്ട് ഉണ്ട് കേട്ടോ. ഇത് കൺവേർട്ട് ആവുകയാണെങ്കിൽ നിങ്ങളുടെ EPS മാറാൻ സാധ്യത ഉണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് അങ്ങനെ പറഞ്ഞാൽ മതിയോ? പോരാ, വ്യക്തമായ കാൽക്കുലേഷനോട് കൂടി പറയണം. ആ വ്യക്തമായ കാൽക്കുലേഷന് പേരാണ് DEPS എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? DEPS കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഷെയറുകൾ, അത് കൺവേർട്ടബിൾ ലോൺ നോട്ട് ആവാം, ഓപ്ഷൻസ് ആവാം. ഓക്കെ, ഇത്തരം സാധനങ്ങൾ ഷെയർ ആയിട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഏർണിംഗ്സിൽ വരുന്ന ചേഞ്ച്, EPSൽ വരുന്ന ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DEPS കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇപ്പൊ എക്സാമ്പിൾ, ഈ കൺവേർട്ടബിൾ ലോൺ നോട്ട് കൺവേർട്ട് ആയെന്ന് വിചാരിക്കാം. കൺവേർട്ട് ആകുമ്പോൾ 2 എഫക്റ്റ് ആണ് ഉണ്ടാവുക. കൺവേർട്ടബിൾ ലോൺ നോട്ട് ഇതാകുമ്പോൾ സത്യം പറഞ്ഞാൽ 2 + 3 എഫക്റ്റ് ഉണ്ടാവും. ഒന്നാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് ന്യൂ ഷെയറുകൾ വരും. രണ്ടാമത്തെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ലോണാണ് അല്ലെ, ഈ ലോൺ ഇത്രയും കാലം കമ്പനി കൊടുത്തിരുന്ന ഇൻട്രസ്റ്റ് ഇനി മുതൽ കൊടുക്കേണ്ടി വരില്ല. ഇത് ലോണ് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്താൽ പിന്നീട് അവിടെ എന്തില്ല, ഒരു ലോൺ ഇല്ലല്ലോ. ജേർണൽ എൻട്രി ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് ക്രെഡിറ്റ് ചെയ്യും? ഇക്വിറ്റി ക്രെഡിറ്റ് ചെയ്യും. എന്ത് ഡെബിറ്റ് ചെയ്യും? നമ്മൾ ആ ലോൺ അവിടുന്ന് റിമൂവ് ചെയ്യും, ശരിയല്ലേ? സോ ഡെബിറ്റ് ലോൺ ആൻഡ് ക്രെഡിറ്റ് ഇക്വിറ്റി. സോ ന്യൂ ഷെയറുകൾ വരും, അതേസമയം ലോൺ റിമൂവ് ആവും. ലോൺ റിമൂവ് ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം എന്താ? ഇൻട്രസ്റ്റ് സേവ് ആവും, ശരിയല്ലേ? ഇൻട്രസ്റ്റ് സേവ് ആവും. ഇൻട്രസ്റ്റ് സേവ് ആകുമ്പോൾ ഒരു വിഷയം വരും. എന്ത് വരും? ആ ഇൻട്രസ്റ്റ് സേവ് ആയതിന്റെ പുറത്ത് ന്യൂ ടാക്സ് വരും. ക്ലിയർ ആണോ? ഗോട്ട് ഇറ്റ്? അപ്പൊ നമുക്ക് നമ്മുടെ ഏർണിങ്സ് മാറും. നമ്മുടെ ഇപ്പോഴത്തെ ഏർണിങ്സിന്റെ കൂടെ, ഓക്കെ, നമ്മൾ ഇപ്പോഴുള്ള ഏർണിങ്സ് ഇല്ലേ, അപ്പൊ നമ്മൾ DEPS എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ DEPS ഈക്വൽ ടു കറന്റ് ഏർണിങ്സ് ഇല്ലേ, സി ആണ് കേട്ടോ, കറന്റ് ഏർണിങ്സ് ഉണ്ടല്ലോ, അതിന്റെ കൂടെ കൺവേർട്ടബിൾ ലോൺ നോട്ട് ആണെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. കൺവേർട്ടബിൾ ലോൺ നോട്ട് ആണെങ്കിൽ അതിന്റെ കൂടെ ഇൻട്രസ്റ്റ് സേവിങ് ആഡ് ചെയ്യും. എന്ത് ലെസ് ചെയ്യും? ടാക്സ് ലെസ് ചെയ്യും. എന്തിന്റെ പുറത്തുള്ളത്? ഇൻട്രസ്റ്റ് സേവിങ്സിന്റെ പുറത്തുള്ള ടാക്സ് ലെസ് ചെയ്യും. ഡിവൈഡഡ് ബൈ ഇപ്പോഴുള്ള ഷെയർ അല്ലേ, എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് ഷെയർസ് പ്ലസ് കൺവേർട്ടഡ് ഷെയർസ് ആഡ് ചെയ്യും. അപ്പൊ കൺവേർട്ട് ആയി കഴിഞ്ഞാൽ കമ്പനിയിൽ എത്ര ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടാവും, അതുപോലെ തന്നെ കൺവേർട്ട് ആയി കഴിഞ്ഞാൽ കമ്പനിയുടെ ഏർണിങ്സിൽ നിന്ന് മാറ്റം വരും. ഓക്കെ, അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് DEPS എന്ന് പറയുന്നത്. സോ നമുക്കൊരു കാൽക്കുലേഷൻ ചെയ്യാം. സോ ഇതാണ് കാൽക്കുലേഷൻ. എങ്ങനെയായിരിക്കും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുക? ഇവിടെ DEPS കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എ കമ്പനി ഹാഡ് 8.2 million ഷെയർസ് ഇൻ ഇഷ്യൂ. ഇപ്പൊ കമ്പനിയിൽ എത്ര ഷെയർസ് ഇഷ്യൂലുണ്ട്? 8.28 ഉണ്ട്. ആൻഡ് but year end but made no new issue shares during the year ended 31st December 2007. ഈ കൊല്ലം എന്ത് ചെയ്യുന്നില്ല? പുതിയ ഷെയർ ഒന്നും ഇഷ്യൂ ചെയ്യുന്നില്ല. ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാലോ. ബോണസ് ഇഷ്യൂ വരുമ്പോൾ എന്ത് ചെയ്യണം? റൈറ്റ് ഇഷ്യൂ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ബട്ട് ഓൺ ദാറ്റ് ഡേറ്റ് ഇറ്റ് ഹാഡ് എ ഇഷ്യൂ
23 lakh 2.3 million convertible loan note കമ്പനിയിലുണ്ട്. So it's in potential shares, right? So the loan note carries an effective interest rate of 10%. So ഇതിന്റെ പുറത്ത് കമ്പനി എന്ത് പേ ചെയ്യുന്നുണ്ട്? ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ട്. That is 10%. And also കമ്പനിക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതുണ്ട് 30%. Then earnings എന്ന് പറയുന്നത് ഈ കൊല്ലം എത്രയാണ് ഉള്ളത്? That is 2.2 million, 2.208 million. Okay. Then the loan notes will be convertible into ordinary shares as follows. 2006 അല്ലെങ്കിൽ 20x6-നാണ് ലോൺ നോട്ട് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ലോൺ തന്ന ആൾക്കാർ അത് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നെങ്കിൽ അവർക്ക് 90 ഷെയർസ് കിട്ടും. അവർ 2007-ലാണ് കൺവേർട്ട് ചെയ്യുന്നെങ്കിൽ 85 ഷെയർസേ കിട്ടുള്ളൂ. 2008-ലാണെങ്കിൽ 80 കിട്ടുള്ളൂ. 2009 ആണെങ്കിൽ 75 കിട്ടുള്ളൂ. അയ്യോ സാർ, ഇവിടെ 4 ഓപ്ഷൻ ഉണ്ടല്ലോ, ഇവർ ഇതിൽ ഏതായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്? നിങ്ങളാണെങ്കിൽ ഏത് കൺവേർട്ട് ചെയ്യും? ചിന്തിച്ചു നോക്കിയേ. നിങ്ങളാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഷെയർ കിട്ടുന്നത് കൺവേർട്ട് ചെയ്യും, റൈറ്റ് അല്ലേ? സോ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ബാക്കി 3 നമുക്ക് ആവശ്യമില്ല. എപ്പോഴും എന്ത് ചെയ്യുക? ഹൈ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ മാക്സിമം പോസിബിൾ നമ്പർ ഓഫ് ഷെയർസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? കൺവേർട്ട് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് നോക്കിയാലോ. അത് നമുക്ക് ഇവിടുത്തെ ബേസിക് EPS ഒന്ന് പറഞ്ഞേ എനിക്ക്. അതാദ്യം ഒന്ന് പറഞ്ഞേ. ബേസിക് EPS കാൽക്കുലേറ്റ് ചെയ്യാൻ മറന്നിരിക്കുന്നോ നോക്കണല്ലോ. ബേസിക് EPS ഒന്ന് പറഞ്ഞേ. ബേസിക് EPS കണ്ടുപിടിക്കാൻ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? ഏർണിങ്സ് വേണം, അതുപോലെ തന്നെ വാൻസ് വേണം. എന്താ വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ്. സോ ഏർണിങ്സ് എത്രയാണ് ഇവിടെ? 2.208, റൈറ്റ്? 2.208. വാൻസ് എത്രയാ? ഇവിടെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ വാൻസ് എത്ര തന്നെയായിരിക്കും? 8.28 തന്നെയായിരിക്കും. സോ 8.28 million. സോ ദ ബേസിക് EPS വിൽ ബി, ബേസിക് EPS എത്രയായിരിക്കും? ഈക്വൽ ടു 2.28 ഡിവൈഡഡ് ബൈ വാൻസ് 0.2667 ആയിരിക്കും ബേസിക് EPS. ഇനി ഡയലൂട്ടഡ് EPS നോക്കാം. ഡയലൂട്ടഡ് EPS ആവുന്ന സമയത്ത് ഞാൻ പറഞ്ഞു 3 എഫക്റ്റുകളാണ് ഉണ്ടാവുക. സോ അതിലെ ഫസ്റ്റ് എഫക്ട് ഞാൻ പറയാം. പുതിയ ഷെയറുകൾ വരും, ശരിയല്ലേ? ഇപ്പോൾ ഇവിടെ എത്ര ഷെയർ ഉണ്ട്? 8.8 ഉണ്ട് അല്ലേ? സോ ഞാൻ ഇവിടെ തൽക്കാലം ഇതൊക്കെ ഒന്ന് മാറ്റട്ടെ, കുറച്ച് അടിയിലോട്ട് ഇടാം. സോ കറന്റ് ഷെയർസ് എത്രയുണ്ട്? കറന്റ് ഷെയർസ് 8.28 ഉണ്ട്. ഇതിൻ്റെ കൂടെ എന്ത് വരും? ന്യൂ ഷെയർസ് വരും, ശരിയല്ലേ? എത്ര ഷെയർസ് വരും? നിങ്ങളൊന്ന് പറഞ്ഞ എത്ര ഷെയർസ് വരും? അതായത് ഇവിടെയുള്ള 23 ലാക്കിലെ ഓരോ 100-നും 90 ഷെയർ. ഓക്കെ, അപ്പോ 23 ലാക്ക് അല്ലെ, അഥവാ 2.3 മില്യൺ. സോ 2.3 മില്യണിലെ ഓരോ 100-നും 90 ഷെയർ വെച്ച് തരും. എത്ര നമ്പർ ഓഫ് ഷെയർസ് വരും? 2.07. അപ്പോ ആഫ്റ്റർ കൺവേർഷൻ അല്ലെങ്കിൽ കൺവേർഷൻ നടക്കുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയായിട്ട് മാറും? 10.35 ആയിട്ട് മാറും. ഓക്കെ ആണോ? ദെൻ ഇനി ഏർണിങ്സ് നോക്കാം. ഇപ്പൊ എത്ര ഏർണിങ്സ് ഉണ്ട്? കറന്റ് ഏർണിങ്സ് എത്രയുണ്ട്? ദാറ്റ് ഈസ് 2.208. 2.208. അതിന്റെ കൂടെ എന്താ ആഡ് ആവുന്ന ഞാൻ പറഞ്ഞേ? ഇൻട്രസ്റ്റ് സേവിങ്സ് വരും കമ്പനിക്ക്. എത്ര ഇൻട്രസ്റ്റ് സേവിങ്സ് വരും? എത്രയാണോ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത് അല്ലെ? എത്രയുടെ പുറത്ത് ഇൻട്രസ്റ്റ് അടയ്ക്കുന്നുണ്ടാവുക? 23 ലാക്കിന്റെ പുറത്ത് 10%. സോ 2.3യുടെ പുറത്ത് 10% ആയിരിക്കും ഇവർ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നുണ്ടാവുക. അത് ഇനി മുതൽ നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ആണോ? 0.23. ആൻഡ് ഇതിന്റെ പുറത്ത് നമുക്ക് ഇനി എന്ത് വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും, ശരിയല്ലേ? വെൻ ആൻ ഇൻകം ഇൻക്രീസസ് ടാക്സ് ആൾസോ ഇൻക്രീസസ്. ടാക്സ് ഓൺ സേവിങ്സ്. സോ 0.23യുടെ പുറത്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? എക്സ്ട്രാ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ ആണോ? അത് നമുക്കൊരു എക്സ്പെൻസ് ആണ്, മൈനസ്. അങ്ങനെ നമ്മുടെ ഏർണിങ്സ് എത്രയാവും? ന്യൂ ഏർണിങ്സ് വിൽ ബി, ഇതൊന്നും വേണ്ട, ജസ്റ്റ് എടുത്തു വെച്ചാൽ നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ടൈപ്പ് ചെയ്ത് പോയി. സോ ന്യൂ ഏർണിങ്സ് വിൽ ബി ഈക്വൽ ടു സം ഓഫ് 2.369. സോ നമ്മുടെ ഇത് രണ്ട് നമുക്ക് ആവശ്യമുള്ള ഫിഗേഴ്സ് ആയിരുന്നു. സോ ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങോട്ട് ഇടാം, ബാക്കിയൊന്നും നമുക്ക് ആവശ്യമില്ല. സോ അവർ DEPS വിൽ ബി DEPS ഈക്വൽ ടു എത്രയാണ് നമ്മുടെ ഏർണിങ്സ് എന്ന് പറയുന്നത്? 2.369. എത്രയാണ് നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്? 10.35. 2.288. ക്ലിയർ ആണോ? അപ്പോൾ APS കൂടുമോ കുറയോ? കുറയും അല്ലേ? കുറയും.
അപ്പൊ ഈ ഒരു ഇൻഡിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പൊ തന്നെ കുറയോ? ഇപ്പൊ തന്നെ കുറയില്ല, എങ്ങാനും കൺവേർട്ട് ആവുകയാണെങ്കിൽ കുറയും എന്ന് പറയുന്ന ഇൻഡിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് കൺവേർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, സോ അടുത്തത് ഓപ്ഷൻസ് ആണെങ്കിൽ എങ്ങനെയാണ്? ഇപ്പൊ കൺവെർട്ടബിൾ ലോണിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓപ്ഷൻസ് ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഓപ്ഷൻസ് എങ്ങനെയാണ് കമ്പനി കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചു കേട്ടോ, കമ്പനി പറയും നിങ്ങൾക്ക് ഞങ്ങൾ 1,00,000 ഷെയർ തരാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മാർക്കറ്റ് റേറ്റ് 3 ആയിരിക്കാം, നിങ്ങൾ എത്ര അടച്ചാൽ മതി, 2 അടച്ചാൽ മതി എന്ന് പറയും. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ 1,00,000 രൂപ അല്ലെങ്കിൽ 1,00,000 ഷെയർസ് നിങ്ങൾ മാർക്കറ്റ് വാല്യൂവിന് വാങ്ങുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ ചെലവാകും? ഒബ്വിയസ്ലി 3 ലാക്ക് ചെലവാകും, ശരിയല്ലേ? പക്ഷേ ഇവര് നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ തരുന്നത് കാരണം, 2 രൂപയ്ക്ക് തരാം എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്ന കാരണം നിങ്ങൾക്ക് എത്ര രൂപയാണ് ചെലവായുള്ളൂ? 2 ലാക്കേ ചെലവായുള്ളൂ, ശരിയല്ലേ? അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ 1 ലാക്ക് നമ്പർ ഓഫ് ഷെയർസ് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഫ്രീ കിട്ടി. ക്ലിയർ ആണോ? ശരിയല്ലേ? എക്സ്ട്രാ അല്ലെങ്കിൽ 1 ലാക്ക് വാല്യൂ ഉള്ളത്, 1 ലാക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ഷെയർസാ? 1 ലാക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പോ എത്രയാണ് നിങ്ങൾക്ക് സേവിങ്സ് കിട്ടിയത്? 1,00,000 വാല്യൂ ഡിവൈഡഡ് ബൈ എത്രയാ? മാർക്കറ്റ് വാല്യൂ, നിങ്ങൾക്ക് തന്ന പ്രൈസ് അല്ല, മാർക്കറ്റ് വാല്യൂ 3. സോ 1 ലാക്ക് ഡിവൈഡഡ് ബൈ 3 ചെയ്യുകയാണെങ്കിൽ എത്ര വരും? 1 ലാക്ക് ഡിവൈഡഡ് ബൈ 3, സോ 33,333 ഷെയർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്ന പോലെ, ഫ്രീ ഷെയർസ്. ഓക്കെ, ഇപ്പൊ ഡി പി എസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓപ്ഷൻസിന്റെ ഡി പി എസ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏർണിങ്സ് ഉണ്ടാവുമല്ലോ, കറന്റ് ഏർണിങ്സ്, അതേ ഡിവൈഡഡ് ബൈ കറന്റ് നമ്പർ ഓഫ് എന്തുണ്ടാവും? ഷെയർസ് ഉണ്ടാവും. അതിന്റെ കൂടെ ഫ്രീ ഷെയർസ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. എന്ത് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക? ഫ്രീ ഷെയർസ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണോ? ക്ലിയർ? സോ നമ്പർ ഓഫ് ഫ്രീ ഷെയർസ് കിട്ടാൻ ഇവിടെ ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് ഓപ്ഷൻസ് ഇൻറ്റു ഫെയർ വാല്യൂ മൈനസ് എക്സൈസ് പ്രൈസ് ഡിവൈഡഡ് ബൈ ഫെയർ വാല്യൂ. എന്താ എക്സൈസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരുന്ന അല്ലെങ്കിൽ ഓപ്ഷനിൽ തരാൻ പോകുന്ന വാല്യൂ എന്നാണ് അതിനെ പറയുന്നത്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ബേസിക് ഇ പി എസും ഡയലൂട്ടഡ് ഇ പി എസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. On 1st January 2007, a company has 4 million ordinary shares in issue and issue option for further million shares. അവിടെ എന്തുണ്ട്? ഓപ്ഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അതും 1 മില്യൺ. ഓക്കെ, ഫർദർ എ മില്യൺ ഷെയർസ്, ദാറ്റ് മീൻസ് 1 മില്യൺ ആണ് കേട്ടോ, 1 മില്യൺ. The profit for the year is 5 lakh. During the year to 31st December 2007, the average fair value of one ordinary share was 3. This is the market value. The excise price for 2. കണ്ടോ, 3 റുപ്പീസിന്റെ സാധനം എത്ര രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞു? 2. ഇതിപ്പോ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ ആയിപ്പോയി. ഓക്കെ കേട്ടോ, നമുക്ക് ചെയ്യാം. സോ DPS ക്വസ്റ്റ്യൻ 7 എല്ലാം നമ്മുടെ ഫോൾഡറിൽ കിട്ടും. ഓക്കെ, ഫോൾഡറിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇതിന് മുന്നേയുള്ള വർക്കിംഗ് നോട്ട്സ് എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. സോ അത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കാം? ബേസിക് ഇ പി എസ് കണ്ടുപിടിക്കാം. ബേസിക് ഇ പി എസ് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഏർണിങ്സ് ഡിവൈഡഡ് ബൈ വാൻസ്. സോ ഏർണിങ്സ് എത്രയാണ് ഇവിടെ? ദാറ്റ് ഈസ് 5 ലാക്ക്. ആൻഡ് നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? 4 മില്യൺ, റൈറ്റ്? 4 മില്യൺ. 4 മില്യൺ എത്ര പൂജ്യം ഉണ്ടാവും? 6 പൂജ്യം കേട്ടോ. സോ വാൻസ്, സോ ബേസിക് ഇ പി എസ് വിൽ ബി ഏർണിങ്സ് ഡിവൈഡഡ് ബൈ വാൻസ് $0.125. ഇനി എന്താണ് കണ്ടുപിടിക്കണം? ഡി പി എസ് കണ്ടുപിടിക്കണം, ശരിയല്ലേ? എങ്ങനെ ഡി പി എസ് കണ്ടുപിടിക്കാന്ന് ഞാൻ പറഞ്ഞേ? ഏർണിങ്സ് ഇത് തന്നെയാ, ഏർണിങ്സ് സെയിം. നമ്പർ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ വാൻസിൽ എന്താ മാറ്റം വരിക? കറന്റ് ഷെയർസിന്റെ കൂടെ എന്താ ആഡ് ചെയ്ത് കൊടുക്കുക? ഫ്രീ ഷെയർസ് ആഡ് ചെയ്ത് കൊടുക്കുക, ശരിയാണോ? സോ ഏർണിങ്സ് ഇത് തന്നെ എടുക്കാം, 5 ലാക്ക്. വാൻസ് നമുക്ക് നോക്കാം. സോ ഇതിൽ നമുക്ക് കറന്റ് നമ്മുടെ കയ്യിലുണ്ട്. കറന്റ് എത്രയാണ്? 4 മില്യൺ. നമുക്ക് ഫ്രീ ആയിട്ട് എത്ര കിട്ടും നോക്കാം. സോ ബൈ ഓപ്ഷൻ കമ്പനി എത്ര നമ്പർ ഓഫ് ഷെയർസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഈസ് 1 മില്യൺ, റൈറ്റ്? ഓക്കെ, then
ഓക്കെ. സോ ഈ 1 മില്യൺ നമ്പർ ഓഫ് ഷെയർസ് എത്ര രൂപയ്ക്ക് കൊടുക്കാന്ന് ഉദ്ദേശിക്കുന്നത്? 2, ശരിയല്ലേ? സോ ഡിസ്കൗണ്ടഡ് പ്രൈസ് ഈക്വൽ ടു 1 മില്യൺ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? 2 കൊടുക്കുന്നത്, 2 ലാക്ക് അല്ലെങ്കിൽ 2 മില്യൺ, റൈറ്റ്? പക്ഷെ മാർക്കറ്റ് പ്രൈസിലായിരുന്നെങ്കിൽ ഇത് എത്ര രൂപ ആയി പോയേനെ? മാർക്കറ്റ് പ്രൈസിലാണെങ്കിൽ ഞാൻ കൺസെപ്റ്റ് ആണ് പറയുന്നത്. 1 മില്യൺ ഷെയർ എത്ര രൂപ കൊടുത്ത് വാങ്ങേണ്ടി വന്നേനെ? 3 രൂപ കൊടുത്ത് വാങ്ങേണ്ടി വന്നേനെ. അപ്പൊ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ ലാഭം കിട്ടി? എത്ര രൂപ ഗെയിൻ കിട്ടി? നിങ്ങൾ ഞാൻ ആലോചിച്ച് നോക്കിയേ. 3 ലാക്ക് മൈനസ് അല്ലെങ്കിൽ 3 മില്യൺ മൈനസ്, ഓക്കെ, 1 മില്യൺ കിട്ടി. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ മാർക്കറ്റ് പ്രൈസ് ഈസ് 3 മില്യൺ, അതായത് 3 മില്യൺ വാല്യൂ ഉള്ള നമ്പർ ഓഫ് ഷെയർസ് നിങ്ങൾക്ക് 2 മില്യൺ കിട്ടുകയാണ്, ശരിയല്ലേ? അപ്പൊ ഇതിൽ എത്ര ഷെയർസ് ഫ്രീ കിട്ടിയ പോലെയായി ആലോചിക്കാം. എത്ര ഷെയർസ് ഫ്രീ കിട്ടിയ പോലെയായി? അതിനെന്ത് ചെയ്താൽ മതി? ഈ ഗെയിൻ ഇല്ലേ, ഓക്കെ, സോ ഗെയിനെ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ ചെയ്താൽ മതി. മാർക്കറ്റ് വാല്യൂ ചെയ്താൽ മതി. എത്ര ഗെയിന്? 1 മില്യൺ ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് 33. ഇതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ഫ്രീ ഷെയർസ്. ഇനി ഇത്ര കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇവിടെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്യാം. വാട്ട് ഈസ് ഇക്വേഷൻ? നമ്പർ ഓഫ് ഓപ്ഷൻസ് ഇൻറ്റു ഫെയർ വാല്യൂ മൈനസ് എക്സൈസ് പ്രൈസ് ഡിവൈഡഡ് ബൈ ഫെയർ വാല്യൂ. ഓക്കെ, സോ ഇവിടെ എത്രയുള്ളത്? 1 മില്യൺ ഷെയർ കൊടുക്കാന്നല്ലേ പറഞ്ഞേ? ഓക്കെ, 1 മില്യൺ ഇൻറ്റു ഫെയർ വാല്യൂ എത്രയാ മക്കളെ? ദാറ്റ് ഈസ് 3 ആൻഡ് എക്സൈസ് പ്രൈസ് 2 divided by 2. 1 minute. Number of options into fair value minus excise price divided by fair value. The number of shares issued for no consideration added to the number of shares when we calculate DPS ഒക്കെ കറക്റ്റ് ആണല്ലോ. Again ബോണസ് ഇഷ്യൂ ഇത് നമ്മൾ പറഞ്ഞു, ഫ്രീ ഇഷ്യൂ അല്ല നമ്മൾ കൺസിഡർ ചെയ്യും. നമ്പർ ഓഫ് ഫ്രീ ഇഷ്യൂസ്, നമ്പർ ഓഫ് ഓപ്ഷൻസ് ഇൻറ്റു fair value minus excise price divided by 3, right? സോ കണ്ടോ, ഇപ്പോൾ നമുക്ക് ഫ്രീ ഷെയർസ് കിട്ടി. ഞാൻ അവിടെ എടുത്തത് ഇതായി പോയി, ഫ്രീ ഷെയർസ്. ഓക്കെ ആണോ? സോ ഇനി എന്ത് ചെയ്യുക? ഈ ഫ്രീ ഷെയർസ് നമ്മൾ എന്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് നോക്കുക? കറന്റ് ഷെയർസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. കറന്റ് ഷെയർസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്ര കിട്ടി? ഇത്രയായില്ലേ? സോ ദ DPS വിൽ ബി എത്രയാണോ നമ്മുടെ ഏർണിങ്സ് അത് ഡിവൈഡഡ് ബൈ നമ്മുടെ ആഫ്റ്റർ ഓപ്ഷൻസ് അല്ലേ? സോ 0.115. EPS കുറഞ്ഞോ കൂടിയോ? കുറഞ്ഞു. ഇറ്റ്സ് എ ഗുഡ് ഇൻഡിക്കേഷൻ? നോ, ഇറ്റ്സ് എ ബാഡ് ഇൻഡിക്കേഷൻ, റൈറ്റ്? കാരണം എന്താ? ആ ഓപ്ഷൻസ് എങ്ങാനും ഷെയർസ് ആയിട്ട് ഇഷ്യൂ ആവുകയാണെങ്കിൽ കമ്പനിയുടെ ഏർണിങ്സ് കുറയാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ ആണോ? സെറ്റ് ആണോ? സോ നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ നമുക്കിതിന്റെ തിയറി പാർട്ട് നോക്കാം. ഓക്കെ ആണോ? ബൈ.